ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം 2 ടോപ്പിൻ്റെ ഫോട്ടോ കണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്കത് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനി അത് വരത്തില്ലായിരിക്കുമെന്ന്. ഫേസ്ബുക്ക് വഴി ആദ്യമായിട്ടാണ് ഒരു സാധനം ഓർഡർ ചെയ്തത്. അപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം ഒരു ഡെലിവറി ബോയ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന് 600 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഈ സാധനമാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് വന്നപ്പം പേയ്മെൻറ്റ് കൊടുത്തിട്ട് സാധനം വാങ്ങി. അപ്പം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു പന്ന സാധനമാണ് വരുന്നതെന്ന്. അത് തുറന്ന് നോക്കിയപ്പം കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ആരോ ഉപയോഗിച്ച 2 പഴയ ടോപ്പുകൾ, ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭയങ്കര വൃത്തികേടായിരുന്നു അത്. ഉപയോഗിച്ച് ബട്ടണും ഒക്കെ പോയി, പന്നൽ, സൈസും കറക്റ്റ് അല്ല, നമ്മൾ ഓർഡർ ചെയ്ത സാധനം പോലും അല്ല വന്നത്. അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ വളരെ മോശമായിട്ടുള്ള പാണ്ടി ഉടുപ്പുകളായിരുന്നു അത് രണ്ടും. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് റിട്ടേൺ ചെയ്യാനായിട്ട് അതെങ്ങനെ ഓർഡർ ചെയ്തതെന്ന് പോലും അറിയത്തില്ല. അത് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ ആ ഡെലിവറി ബോയെ തന്നെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്. അപ്പം ഡെലിവറി ബോയ് പറഞ്ഞു അതിൻ്റെ ഇ-കാർട്ടിൻ്റെ ഓഫീസിൽ ചെന്ന് അത് അവരോട് പറയാൻ പറഞ്ഞു. അവർ റിട്ടേൺ ചെയ്ത് പൈസ നമുക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഉള്ളവർക്ക് ആർക്കും ഇത് റിട്ടേൺ ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യമില്ല. ആരും ഒന്നും സമ്മതിക്കുന്നില്ല. അത് തേർഡ് പാർട്ടി വഴി നിങ്ങൾ എന്തിനാണ് ഓർഡർ ചെയ്തത്, ഫേസ്ബുക്ക് വഴിയൊന്നും ആരും ഓർഡർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ മനഃപൂർവ്വം എന്തോ നമ്മുടെ പൈസ കളഞ്ഞ പോലെ അവരുടെ സംസാരം. അദ്ദേഹം അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ വളരെ മാന്യമായിട്ട് സംസാരിച്ച് അയാൾ പറഞ്ഞ് ട്രാക്കിംഗ് ഐ-ഡിയും നമ്മൾ കൊറിയർ വരുന്ന ആ കവറുണ്ടല്ലോ, ആ കവറിലൊരു നമ്പറുണ്ട്, ആ നമ്പരും IFSC കോഡും അക്കൗണ്ട് നമ്പരും പറഞ്ഞതാണ്, അത് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താവുമെന്ന് അറിയത്തില്ല. അപ്പം ആരും ഒരിക്കലും ഫേസ്ബുക്കിൽ നിന്നൊന്നും ഒരു സാധനം ഓർഡർ ചെയ്യരുത്. നമ്മൾ 600 രൂപ എന്നൊക്കെ പറയുമ്പം ചെറിയ പൈസയാണെങ്കിൽ അത് നമുക്ക് വലിയ പൈസ തന്നെ. നമ്മളുടെ പൈസ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. എനിക്ക് ആദ്യമായിട്ട് സംഭവിച്ചൊരു അബദ്ധമാണ്. അതിങ്ങനൊരു വല്ലാത്തൊരു അബദ്ധമായിപ്പോയി. പിന്നെ അവിടുത്തെ കുറേ സ്റ്റാഫുകളൊക്കെ എല്ലാവരും ഓഫീസിൽ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം കയറി ഇറങ്ങി ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി. സ്റ്റാഫുകൾ പറയുന്നത് നമ്മളെന്തോ മനഃപൂർവ്വം ഇത് ചെയ്തു വെച്ചതുപോലെ, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്.